മഹത്വാൽ ഭാരവത്വാച്ച മഹാഭാരതം ഇതീര്യതേ. മഹത്വം കൊണ്ടും ഭാരം കൊണ്ടുമാണ് അതിനെ മഹാഭാരതം എന്ന് പറയുന്നത് എന്ന്. 1,26,000 ശ്ലോകങ്ങളെ കൊണ്ട് 1,500ഓളം കഥാപാത്രങ്ങളെ കൊണ്ട് പശുപക്ഷി മൃഗാദികളെ പോലും കഥാപാത്രങ്ങളാക്കി കോർത്തിണക്കി താൻ തന്നെ ഒരു കഥാപാത്രമായിരുന്ന ഈ ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കണ്ടുകൊണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കാനും ഉപദേശിച്ചതായ ആ വ്യാസ ഭഗവാന്റെ സകല ശാസ്ത്രങ്ങളുടെയും സാരവത്തായി മഹാഭാരതമാകുന്നതായി ഇതിഹാസത്തെ എഴുതി. ആ മഹാഭാരതം നമ്മൾ രാമായണം വായിക്കുന്ന പോലെ മഹാഭാരതം വായിക്കാറില്ല. പണ്ട് കാലങ്ങളിൽ രാമായണം നിത്യപാരായണമൊക്കെ ഉണ്ടായിരുന്നു കുടുംബങ്ങളിൽ. പിന്നെ തിരക്കൊക്കെ കൂടിയ സമയത്ത് അതൊരു മാസത്തിലായിട്ട് അങ്ങ് ഒതുക്കി. ഈ കർക്കിടകത്തിൽ രാമായണം വായിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത രാമായണം വായിക്കുന്ന എപ്പോഴാ? അടുത്ത കർക്കിടകം. നല്ല സ്വഭാവം അല്ലേ? രാമായണം വായിക്കുന്ന പോലെ ഭാരതം വായിക്കില്ല എന്ന് മാത്രമല്ല, പലരുടെ ഒരു ധാരണയും വിശ്വാസവും മഹാഭാരതം വായിക്കരുത് എന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട്. മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ എന്താവും? കുടുംബത്തിൽ എന്താവും? കലഹവും. ഇല്ലെങ്കിൽ ഇപ്പം കലഹമൊന്നുമില്ല. അത് വായിച്ചിട്ട് വേണോ വരാൻ? വ്യാസൻ എന്ത് കുടുംബം കലക്കിയ? ഒരു യുക്തിവാദിക്കും കണ്ടിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ആ ധർമ്മേതിഹാസത്തെ മഹാഭാരതമാകുന്നതായി സൂര്യനീഴ ഭൂമിയിൽ അതിന് സമാനമായിരിക്കുന്നതായി ഒരു ശാസ്ത്രത്തെ വേറെ കാണാനേ കൊണ്ട് സാധ്യമല്ല. ആ മഹാഭാരതത്തെ നമ്മൾ പഠിക്കാനേ കൊണ്ട് ഒരുങ്ങുന്നില്ലെങ്കിൽ നമ്മളുടെ എല്ലാം ഒരു നിർഭാഗ്യം, ഒരു അന്ധവിശ്വാസം എന്നുള്ളതല്ലാതെ എന്തു പറയാൻ? കലഹം ഉണ്ടാക്കാനുള്ളതല്ല, കലഹം തീർക്കാനുള്ളതാണ് മഹാഭാരതം. രാമായണം ഒരു മാസത്തിലെന്ന നിലയ്ക്കെങ്കിലും ഇപ്പം നമ്മൾ രാമായണ മാസമായിട്ട് ഒരു കാലത്ത് ഈ മനുഷ്യനെ മയക്കുന്നതായി കർപ്പാണ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നിരുന്നതായ മാധ്യമങ്ങൾ പോലും ഇന്ന് രാമായണ വിചാരത്തിനായിക്കൊണ്ട് പ്രത്യേക കോളം മാറ്റി വെച്ചുകൊണ്ട് അതിന് ഒരുങ്ങുന്നതായിരിക്കുന്നതായ കണ്ണിനെ കുളിർപ്പിക്കുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണാനേ കൊണ്ട് സാധിക്കുന്നു. മഹാഭാരതം വളരെ പ്രൗഢമാണ്. മാനിനെ കണ്ടാൽ മനമിളകുന്നതായ മഹത്വത്തോടു കൂടിയിട്ടാണ് വാൽമീകി രാമായണം എഴുതിയതെങ്കിൽ ആനകുത്തിയാലും ഇളകാത്തതായ പ്രൗഢ തത്വചിന്തകളെ കൊണ്ട് സമ്പുഷ്ടമാണ് മഹാഭാരതം. മഹാഭാരതം വളരെ പ്രൗഢമാണെങ്കിലും അത് പഠിക്കുന്നതായ ആൾക്കാർ വളരെ കുറഞ്ഞ് ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങി അതിൻ്റെ മണിമുത്തുകളെ കണ്ടെത്താൻ തക്കതായ ഒരു വിചാരശീലത്വം നന്നേ കുറഞ്ഞു കാണാനിടയാവുന്നു. ഇതെല്ലാം നേരത്തെ കൂട്ടി കണ്ടറിഞ്ഞതായ വ്യാസഭഗവാൻ കൽപ്പകാലങ്ങൾക്ക് മുന്നേ തന്നെ ആ മഞ്ഞുരുകം മാമലിയിൽ മരങ്കോച്ചും തണുപ്പത്ത് മന്ത്രങ്ങളോതി മനനം ചെയ്ത് മാമറയുടെ മഹത്വത്തെ കണ്ടറിഞ്ഞതായ വ്യാസഭഗവാൻ മൃത്യോർമ്മ അമൃതംഗമയ എന്നതായ മഹാമന്ത്രത്തിന് വ്യാഖ്യാനമായി ഭാഗവതമാകുന്നതായ പുരാണത്തെ നിർമ്മിച്ചു. ഒരു വ്യക്തി നശിക്കുന്നതിൽ നിന്നും നശിക്കാത്തതിലോട്ടുള്ളതായ പ്രയാണത്തെ പൂർത്തീകരിക്കാൻ വേണ്ടതായ ഒരു പുരാണമായിട്ടാണ് ശ്രീമദ് ഭാഗവത്തെ നിർമ്മിച്ചത്. നമ്മൾക്ക് രാമായണവും ഭാരതമൊന്നും പഠിക്കാനോ അത് സ്വാനുഭവമാക്കി തീർക്കാനോ സാധിച്ചില്ലെങ്കിലും ഈ കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമായിട്ട് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് ഭാഗവതത്തെയാണ്. ഒരു ഹിന്ദു ആണെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്ന് പറയും. 1, ഭാരതം കേൾക്കണം. 2, ഗീത പഠിക്കണം. ഭാരതം കേൾക്കണം, ഗീത പഠിക്കണം. ഹിമാലയം കാണണം, ഗംഗയിൽ കുളിക്കണം, ഭാഗവതം വായിക്കണം. ഭാരതം കേൾക്കണമെന്ന് പറഞ്ഞു. ഭാരതം കേട്ട് പഠിക്കേണ്ടതാണ്. മാനവജന്മത്തെ പാവനമാക്കി തീർക്കാൻ പോകുന്നതായ പവിത്രങ്ങളായിരിക്കുന്നതായ ആശയങ്ങളും ആദർശങ്ങളും വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ അത് കേട്ട് ഉള്ളിലുറക്കുകയാണെങ്കിൽ, അത് നമ്മളുടെ ജീവിതത്തിലെ സഹജ സംസ്കാരമായി തീരുകയാണെങ്കിൽ നമ്മളുടെ ഭാവി ശോഭനമായി തീരുമെന്നുള്ളതായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഭാരതം കേൾക്കണമെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് കാരണവർ ഭാരതം വായിക്കും, മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കും. ആരാ കാരണവർ? തല നരച്ചു എന്നുള്ളതുകൊണ്ട് കാരണവരാവില്ല. കാരണം അവരാണ് കാരണവർ. നമ്മളുടെ നന്മയ്ക്ക്, നമ്മളുടെ ഉയർച്ചയ്ക്ക്, അഭ്യുന്നതയ്ക്ക് ഹേതുവായിരിക്കുന്ന ആളാണ് കാരണവർ. നമ്മളുടെ അഭ്യുന്നതയ്ക്ക്, നമ്മളുടെ ഉയർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ധർമ്മമാണ്. എല്ലാവരിലും ഉപരിയായിട്ട് ധർമ്മത്തെയാണ്. ധർമ്മോസ്മൽ കുലദൈവതം, ധർമ്മത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്.
ആ ധാർമ്മിക തത്വങ്ങൾ ജീവിതത്തിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഭാരത കഥകളെ, ഭാരത തത്വങ്ങളെ അങ്ങ് കേൾക്കണം, ഭാരതം കേൾക്കണം, ഗീത പഠിക്കണം. ഭഗവത്ഗീത നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ ആകത്തുകയായി സർവേശ്വരനായിരിക്കുന്നതായി, സർവൈശ്വര്യ പരിപൂർണനായിരിക്കുന്നതായി, പരിപൂർണ തമാവതാര സ്വരൂപിയായിരിക്കുന്നതായി, പൂർണ്ണബ്രഹ്മം തന്നെ ആയിരിക്കുന്നതായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാസുദേവൻ്റെ വരദാനമായി വഴിഞ്ഞൊഴുകിയതായി വായ്മൊഴിയാണ് ഭഗവത്ഗീത. യാതൊരു പ്രിൻറ്റിംഗ് ടെക്നോളജിയും ഇല്ലാത്തതായ അന്നത്തെ കാലത്ത് ഭഗവാന്റെ തിരുവായ്മൊഴിയായി വഴിഞ്ഞൊഴുകിയതായ ഭഗവത്ഗീതയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളോട്ട് വ്യാഖ്യാനം ചെയ്യാൻ ഇടയായിരിക്കുന്നതായ ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ആ ഗീതയുടെ മഹത്വത്തെ മനസ്സിലാക്കി തരുന്നതാണ്. ഭഗവാന്റെ തിരുവായ്മൊഴിയായി വഴിഞ്ഞൊഴുകിയതായ ഭഗവത്ഗീത പിറന്നു വീണതായ അന്ന് മുതൽക്ക് ഇന്ന് വരെ ഏതെല്ലാം തത്വചിന്തകന്മാർ ഈ ഭൂമിയുടെ ഏത് കോണിലുണ്ടായിട്ടുണ്ടോ അവരെല്ലാം ഗീതയിൽ കൈവച്ചിട്ടുണ്ട്, ഗീതയെ വ്യാഖ്യാനിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. സർവമതാശ്ലേഷിയായിരിക്കുന്നതായ ഒരു സനാതന ധർമ്മത്തിൻ്റെ സാരവത്തായ സന്ദേശമാണ് ഗീത. അത് പഠിക്കണം. തത്തമേ പൂച്ച നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങുന്നതായ സമയത്താണ് ആ ഗീതയുടെ ഗാംഭീര്യം, അതിൻ്റെ മഹത്വം, മാധുര്യം നമ്മൾക്ക് സ്വാനുഭവമാക്കാനെ കൊണ്ട് സാധിക്കുക. അതുകൊണ്ട് ഗീത പഠിക്കണം.